അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ അവസ്ഥ തന്നെയാണ് ഫലസ്തീനിലും ഇസ്രായേലെ കാത്തിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. പറയുന്ന കാര്യം 2001 പെൻറ്റഗൺ അക്രമത്തോടനുബന്ധിച്ചാണ് താലിബാൻ്റെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് 2002 ഹമീദ് കർസായിയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ പുതിയ സർക്കാർ വരുന്നത്. 20 വർഷം അവരവിടെ തുടർന്നു. 2021 ഓഗസ്റ്റ് 15 ഇതേ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അവരുടെ ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ നടത്തിയിരിക്കുന്ന താലിബാൻ്റെ മുന്നേറ്റങ്ങളും ശക്തികളും, അവരുടെ ചുങ്കപ്പിരിവുകൾ, കറുപ്പ് വിൽപ്പന നടത്തി കാശുണ്ടാക്കുന്നത്, ട്രക്കുകളിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത്, ധാതുക്കൾ വിറ്റ് പൈസ ഉണ്ടാക്കുന്നത് ഒന്നും അമേരിക്ക അറിയാതെ പോയി. താലിബാൻ സർക്കാരും അവിടുത്തെ ഈ ഹമീദ് കർസായി സർക്കാരും അറിയാതെ പോയി. ശക്തമായ രീതിയിൽ സാമ്പത്തിക മുന്നേറ്റത്തോടൊപ്പം സൈനികപരമായിരിക്കുന്ന ശക്തി നേടിക്കൊണ്ട് താലിബാൻ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ 25,000-ഓളം അമേരിക്കൻ സൈനികർ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതാണ്. സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനും ഇവിടെ അനുഭവിക്കാൻ പോകുന്നത്. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട് 1.5 വർഷമായി അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നിരാശയോടുകൂടിയും പ്രയാസത്തോടു കൂടിയും അവർ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമാകും. അതിന് ഒരുപാട് നാളുകളൊന്നും എടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്ത് വിജയം, എന്ത് മുന്നേറ്റവുമാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.